ഒരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടി വന്ന കേട്ടോ. ഇന്നലെ എൻ്റെ കടയിൽ ആദ്യം ഒരു സങ്കടമാണ്, എങ്കിലും അതിൻ്റെ അവസാന ഘട്ടം എനിക്ക് സന്തോഷം കിട്ടി. കാരണം ഇന്നലെ രാവിലെ 9 എനിക്കൊരു ഷോപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ആ ഷോപ്പിൽ രാവിലെ പോയിട്ട് ക്ലീനിങ് പ്രോഡക്റ്റാണ് അവിടെ. അപ്പോൾ എനിക്ക് കച്ചവടം ഇല്ലായിരുന്നു ഇന്നലെ ഒട്ടും, 1 രൂപ പോലും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഒരു രാവിലെ 9 മണിക്ക് 8:45 കട ഓപ്പണായി. വൈകുന്നേരം ഒരു 6:45 വരെ ഇരുന്നിട്ട് എനിക്ക് 1 രൂപ പോലും കിട്ടിയില്ല, ഒരാളും വന്നില്ല. എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാനൊരു 6 മണിയൊക്കെ ആയപ്പോഴത്തേനും ഞാൻ ലൈവ് പോയി കേട്ടോ, നമ്മുടെ യൂട്യൂബിനകത്ത് ലൈവ് പോയി. ലൈവ് വന്നപ്പോഴത്തേനും കുറേ ദിവസമായിട്ട് ലൈവ് ഇല്ലാതിരിക്കുമായിരുന്നു, ലൈവ് ഇടാതെ ആരും വരാത്തതുകൊണ്ട് ഞാൻ ഇടാതിരിക്കുമായിരുന്നു. എന്നാലും ഞാൻ ഇന്നലെ വെറുതെ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ പുറത്തൊന്ന് ലൈവ് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ഓണാക്കിയപ്പോൾ തന്നെ കുറച്ച് പേര് വന്നു കേട്ടോ. 10-25 ലൈക്കോളം എനിക്ക് കിട്ടി. 10-22 പേരോളം എനിക്ക് വന്നു, സംസാരിച്ചു. അതിലൊരാൾ വന്നപ്പോഴത്തേനും ഒരാളെന്നോട് അപ്പോൾ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്ന കൂട്ടത്തിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്, എൻ്റെ വിശേഷം ഇന്ന് ഞാൻ ഷോപ്പിലാണ് ഇരിക്കുന്നത്, പക്ഷേ 1 രൂപ പോലും എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പം അത് ഒരു വലിയ ആ പുള്ളിക്ക് എന്തോന്ന്. അപ്പോൾ ആ പുള്ളി പറഞ്ഞു, QR കോഡ് കാണിക്ക്, ഞാൻ പിന്നെ കുറച്ച് സാധനങ്ങൾ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ QR കോഡ് കാണിക്ക്, സാധനങ്ങൾ എടുക്കാമെന്നല്ല, QR കോഡ് കാണിക്ക്, ഞാൻ പൈസ ഇടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പൈസ അങ്ങനെ ഇടണ്ട, എനിക്ക് അങ്ങനെ പൈസ മേടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു, ഇടണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പറഞ്ഞപ്പോഴത്തേനും ആൾ പറഞ്ഞു, ഇല്ല അതല്ല, എനിക്ക് സാധനങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരി, ഞാൻ എങ്ങനെ അത് സാധനങ്ങൾ തരും, എവിടെയാണ് സ്ഥലമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ പറഞ്ഞ് അതൊക്കെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് QR കോഡ് കാണിച്ചു. പുള്ളി 200 രൂപ പേയ്മെൻറ്റ് ചെയ്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നിങ്ങളുടെ മോളുടെ പേരിൽ നിങ്ങൾ അടുത്തുള്ള ഒരു അമ്പലത്തിലേക്ക് ഈ ക്ലീനിങ് പ്രോഡക്റ്റിൽ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാൻ പോകുന്നൊരു ശിവൻ്റെ അമ്പലമുണ്ട്, നമ്മുടെ കടയുടെ ഷോപ്പിൻ്റെ അടുത്ത് തന്നെ ഒരു ശിവൻ്റെ അമ്പലമുണ്ട്, ഒരു വിഷ്ണുവിൻ്റെ അമ്പലമുണ്ട്. അപ്പോൾ ഞാൻ രണ്ടിടത്തുമാണ് ഞാൻ സാധാരണ പോവാറ്. അപ്പോൾ അവിടത്തേക്ക് ഒരിടത്ത് ഞാൻ കഴിഞ്ഞ ദിവസം അത് സോപ്പ് ഓയിൽ കൂട്ടിയപ്പോൾ ഞങ്ങൾ കൊടുത്തായിരുന്നു ഫ്രീ ആയിട്ട്. അതല്ലാണ്ട് ഇപ്പോൾ ആ പുള്ളിക്കാരൻ ഇന്നലെ 200 രൂപ തന്നിട്ട് ആ അമ്പലത്തിലേക്ക് സാധനങ്ങൾ കൊടുക്കാൻ പറഞ്ഞിട്ട് എനിക്ക് ഇന്നലെ. അപ്പോൾ അത്രയും നേരം നമ്മൾ ഇരിക്കുന്ന ഒരു സമയമാണ്. കാരണം രാവിലെ മുതൽ അത്രയും നേരം ഇരുന്നിട്ട് 1 രൂപ പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്ക് ആ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. പിന്നെ എൻ്റെ അവസ്ഥ അറിയാമല്ലോ, കടയും വീടും വാടകയ്ക്കാണ്. അപ്പോൾ കടയുടേത് 4000 രൂപയും വീടിൻ്റെത് 6000 രൂപയും വാടക കൊടുക്കണം. വീടിൻ്റെ 1-ാം തീയതി കൊടുക്കണം, കടയുടേത് 15-ാം തീയതി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് കടയിൽ കച്ചവടം ഇല്ലാതെ വരുമ്പോൾ നമുക്ക് ഒരു കുടുംബം കൊണ്ടുപോകണം അതിൻ്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്കതങ്ങോട്ട് ഭയങ്കര വിഷമമായിട്ടിരിക്കുന്ന സമയത്താണ് ഞാനത് ആ ലൈവ് പോയത്. എന്തോ ഈശ്വരൻ അങ്ങനെ തോന്നിച്ചത് കൊണ്ടായിരിക്കാം, ആ കുഞ്ഞിന് വരാൻ തോന്നിയതും ഈശ്വരൻ്റെ ഒരു അനുഗ്രഹമായിട്ടായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങളെയും കൂടി അറിയിക്കണമെന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അങ്ങനെ നല്ല മനുഷ്യരും ഉണ്ട്, എല്ലാവരും മോശക്കാരാണെന്നൊന്നുമില്ല കേട്ടോ, നല്ല മനുഷ്യരും ഉണ്ട്. അപ്പോൾ ആ കുഞ്ഞിന് അങ്ങനെ തോന്നിയത് കൊണ്ട് ഒരു പേര് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പേര് വെളിപ്പെടുത്താത്തത് കേട്ടോ. ഇനി ആൾക്ക് ക്ഷേമം, ആളൊരു വലിയ ഉദ്യോഗസ്ഥനാണ്, ഇവിടെയല്ല ഗൾഫിലാണ്. അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ നാട്ടിൽ വയനാടാണെന്നാണ് പറഞ്ഞത്. ഞാൻ അച്ചുകുട്ടാന്നാണ്, അച്ചു എന്ന് വിളിക്കാനാണ് പറഞ്ഞത്. അച്ചുകുട്ട, ഞാൻ സാറേന്ന് വിളിച്ചു. അപ്പോഴത്തേനും വേണ്ട, അച്ചു എന്ന് വിളിച്ചാൽ മതി, എൻ്റെ മോളുടെ പേരും അച്ചു എന്നാണ്. അപ്പോൾ എന്നെ അച്ചു എന്ന് വിളിച്ചാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ അച്ചു എന്നാണ് ഞാൻ അച്ചുകുട്ടാന്നാണ് ഞാൻ വിളിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇന്നലെയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നതും, ഇന്നലെയാണ് ഈ സംഭവങ്ങളുണ്ട്. ഇതിനു മുമ്പ് എനിക്ക് ഇദ്ദേഹത്തിനെ അറിയത്തില്ല കേട്ടോ. ആദ്യമായിട്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, ഒരു പേരിൽ കൂടി മാത്രം കണ്ടിട്ടുള്ളൂ ലൈവിൽ വന്ന്. അല്ലാതെ എനിക്ക് ബാക്കി ഡീറ്റെയിലൊന്നും എനിക്കറിയില്ല. പുള്ളിയുടെ അന്നേരം ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞാണ് ഇങ്ങനെ വലിയൊരു ഓഫീസറാണെന്നും, പിന്നെ അതുപോലെ തന്നെ ഇവിടെയല്ല ദുബായിലാണ് എന്നൊക്കെ പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് കൂടുതൽ ഡീറ്റെയിലൊന്നും എനിക്കറിയത്തില്ല. അപ്പം ആ കുഞ്ഞിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കട്ടോ, നന്നായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ അത്രയും അന്ന് ഹെൽപ്പ് ചെയ്തില്ലേ. ഒരു 200 രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു കാര്യം തന്നെയാണ്. ഇന്നലെ ഒരു 200 രൂപ കിട്ടുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് കച്ചവടം ഇല്ലാതെയൊക്കെ വരും കേട്ടോ. കച്ചവടം ചില ദിവസം 3 രൂപയൊക്കെ കിട്ടിയ ദിവസങ്ങളുണ്ട്. എല്ലാവരും എൻ്റെ ആ കൊച്ചിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. നമ്മൾ സപ്പോർട്ട് ചെയ്തതല്ലേ, അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരും പിന്നെ നമുക്ക് ഡേറ്റ് തെറ്റാതാണ്ട് വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വഴി തെളിച്ച് തന്നെയാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ. നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയും പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേനും എല്ലാം ഓക്കെ ആകും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ലൈക്കും കമൻറ്റും ഷെയറിങ്ങും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ. ആര് സഹായം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ സഹായം എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുമാത്രമാണ് സഹായം എന്ന് ഉദ്ദേശിച്ചത് കേട്ടോ.